വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ഫിസിക്സിലെ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ടോപ്പിക്കാണെന്ന് തോന്നുമെങ്കിലും ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ചോദ്യം വരുമ്പോൾ അത് ഈസി ആകാം അല്ലെങ്കിൽ പാടാകാം. എന്തിനടിസ്ഥാനപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രൈമറി, സെക്കൻഡറി. ഈ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് അറിയാം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പോകുന്നത്. അപ്പോൾ അതായത് നമുക്കറിയാം, നമുക്ക് പ്രാഥമിക വർണ്ണങ്ങളെന്ന് പറയുന്ന മൂന്നെണ്ണമുള്ളത്. ഏതൊക്കെയാണത്? റെഡ്, ഗ്രീന്, ബ്ലൂ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒന്നുകൂടി നമുക്കിത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓർമ്മയുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞടാ, പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ഗ്രീന്, ബ്ലൂ. നമ്മൾ തന്നെ RGB എന്ന് വിളിക്കും. ഓക്കെ, ഇതിൽ റെഡും അതുപോലെ തന്നെ ഏതാണ് നമ്മുടെ ഗ്രീനും കൂടെ ചേരുമ്പോൾ നമുക്ക് യെല്ലോ കിട്ടും. ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോൾ സിയാൻ കിട്ടും. റെഡും ബ്ലൂവും കൂടെ ചേരുമ്പോൾ എന്ത് കിട്ടും? മജന്ത കളർ കിട്ടും. ഇത് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ആരൊക്കെ ചേരുമ്പോൾ ആരെ കിട്ടും, ആരൊക്കെ ചേരുമ്പോൾ കിട്ടും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയണം. എന്നാൽ മാത്രമേ ഇന്നത്തെ കാര്യം നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ പറഞ്ഞേ, നമുക്ക് നിറങ്ങൾ ഏതൊക്കെയുള്ളത്? 3 ടൈപ്പ് നിറങ്ങളാണുള്ളത് അല്ലേ? 3 ടൈപ്പ് എന്നല്ല, നമുക്ക് നിറങ്ങൾ എത്ര എടുത്തിരിക്കാം? 2 എടുത്തിരിക്കാം. പ്രൈമറി കളേഴ്സ് എന്നും സെക്കൻഡറി കളേഴ്സ് എന്നും. ഏത് കളറുകളാണോ മറ്റ് കളറുകളുടെ കോമ്പിനേഷൻ അല്ലാതെ കിട്ടുന്നത് അതാണ് പ്രൈമറി എന്ന് പറയുന്നത്. റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം ചോദ്യ പേപ്പറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ എഴുതണം. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കണം. റെഡും ഗ്രീനും കൂടെ ചേരുമ്പോൾ നമുക്ക് യെല്ലോ കിട്ടും. ഗ്രീനും ബ്ലൂവും കൂടെ ചേരുമ്പോൾ സിയാനും കിട്ടും. റെഡും ബ്ലൂവും കൂടെ ചേരുമ്പോൾ മജന്ത കിട്ടുമെന്നുള്ള ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ബുക്കിൽ വരച്ച് വെച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ? ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതങ്ങ് ചെയ്ത് വെച്ചോളണം. ഓക്കെ, റെഡും ഗ്രീനും കൂടെ യെല്ലോ, ഗ്രീനും ബ്ലൂവും കൂടെ സയാൻ, റെഡും ബ്ലൂവും കൂടെ മജന്ത. കോഡൊന്നും പിന്നെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഓർത്ത് വയ്ക്കാൻ പറ്റും, കാരണം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ കാര്യത്തിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? കളർ ഓഫ് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. ബേസിക്കലി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? കളർ ഓഫ് ഒബ്ജക്ട്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഒബ്ജക്റ്റുകളുടെ നിറങ്ങൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അപ്പോൾ അതിന് ഞാൻ ആദ്യം പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒബ്ജക്റ്റുകൾ നമുക്ക് 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന്, ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. എന്താണ്? ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്. അതുപോലെ തന്നെ എന്താണ്? ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്നിങ്ങനെ ഒബ്ജക്റ്റുകളെ 2 എടുത്തിരിക്കാൻ പറ്റും. പ്രകാശം കടത്തിവിടുന്നവ ട്രാൻസ്പാരൻറ്റ്, കടത്തിവിടാത്തവ ഒപ്പാക്ക്. ഇതിനിടയ്ക്ക് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. തൽക്കാലം നമുക്കത് പഠിക്കണം, നമുക്കിത് 2 പഠിച്ചാൽ മതി. അപ്പോൾ പറഞ്ഞടാ, ഒബ്ജക്റ്റ് നമുക്ക് എത്ര എടുത്തിരിക്കാം? 2 എടുത്തിരിക്കാം. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് എന്നും ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്നും. ആരാണോ ലൈറ്റിനെ കടത്തി വിടുന്നത് അത് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ്, ആരാണോ ലൈറ്റിനെ കടത്തി വിടാത്തത് അത് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ഏത് നിറത്തിൽ കാണുന്നു, ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഏത് നിറത്തിൽ കാണുന്നു എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റുകൾ ഏത് നിറത്തിലാണ് കാണുന്നത്. ഞാനൊരു ഉദാഹരണം വെച്ചാണ് പറയാനായിട്ട് പോകുന്നത്. നമ്മളൊരു ഗ്ലാസ് ഉണ്ട്. ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് എന്ത്? ഗ്ലാസ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് റെഡ് കളറിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഒരു ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് റെഡ് കളറിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ, ഈ ഒബ്ജക്റ്റ് കടത്തിവിടുന്ന കളറും ഏത് തന്നെ ആയിരിക്കും? റെഡ് തന്നെ ആയിരിക്കും. അതിന് നിങ്ങൾ ആദ്യം ഒരു കാര്യം അറിയണം. നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ബേസിക്കലി പറഞ്ഞടാ, നമ്മൾ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ 2 ലൈറ്റ് സോഴ്സ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ലൈറ്റ് വന്ന് എൻ്റെ മുഖത്ത് തട്ടും. ഈ മുഖത്ത് തട്ടിയതിന് ശേഷം ലൈറ്റ് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ക്യാമറയിൽ പോയിട്ട് ഡിജിറ്റൽ ഫോമിലോട്ട് മാറിയിട്ട് അത് നിങ്ങളുടെ ഫോണിലെത്തിയിട്ട് നിങ്ങളുടെ ഡിസ്പ്ലേ അത് കാണിച്ച് അതിൽ നിന്ന് വരുന്ന ലൈറ്റ് നിങ്ങളെ കണ്ണിൽ തട്ടുമ്പോഴാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അത് കോംപ്ലിക്കേറ്റഡ് ആണ്. സിമ്പിളായിട്ട് ആലോചിക്കാം. ഞാൻ ഈ പറയുന്ന കളറ്, ഇത് ബ്ലാക്ക് കളർ പെന്നാണ്. ഇനി എങ്ങനെയാണ് കാണുന്നത്? ഈ വരുന്ന ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ എനിക്കിതിനെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വരുന്ന ലൈറ്റ് വൈറ്റ് ലൈറ്റാണ്. അത് ഈ ഒബ്ജക്റ്റ് ഒന്ന് തട്ടുന്നു, എൻ്റെ കണ്ണിലേക്ക് വീഴുന്നു. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഏത് നിറത്തിൽ കാണുന്നു എന്നുള്ളത് ആ ഒബ്ജക്റ്റിൽ നിന്ന് ഏത് കളർ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്യും. സെറ്റാണേ? ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഏത് നിറത്തിൽ കാണുന്നു എന്നുള്ളത് ആ ഒബ്ജക്റ്റ് ഏത് നിറത്തിനെയാണ്
വിടുന്നത് അല്ലേ, തട്ടി പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ കടത്തി വിടുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ട്രാൻസ്പാരൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ലൈറ്റിനെ ഒരിക്കലും തട്ടി തിരിച്ചു വിടത്തില്ല, കടത്തി വിടും. അപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയ ഒബ്ജക്റ്റ് ഞാൻ റെഡ് കളറിലാണെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറയുകയാണ്, നോക്കടാ, വൈറ്റ് ലൈറ്റ് ഇതിലേക്ക് വരികയാണ്. വൈറ്റ് ലൈറ്റിനകത്ത് 7 നിറങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ 7 നിറത്തിൽ ഏതൊക്കെ നിറത്തിനായിരിക്കും ഇത് കടത്തിവിടുന്നത്? ആ കടത്തിവിടുന്ന നിറമായിരിക്കും ഞാൻ കാണുന്നത്. ഐഡിയ കിട്ടുന്നുണ്ടോ? അതായത് ഒരു ഒബ്ജക്റ്റ് വൈറ്റ് ലൈറ്റാണ് വരുന്നതെന്ന് വിചാരിക്കുക. എന്താ വരുന്നത്? വൈറ്റ് ലൈറ്റ്. അതിനകത്ത് അല്ലേ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീന്, യെല്ലോ, ഓറഞ്ച്, റെഡ് ഉണ്ട്. ഈ ഒബ്ജക്റ്റ് കാണുന്ന നിറം ഏതാ? റെഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഞാൻ റെഡ് നിറത്തിൽ കണ്ടത്? ഈ ഒബ്ജക്റ്റ് കടത്തി വിടുന്നത് റെഡ് ആയതുകൊണ്ടല്ലേ. എൻ്റെ അർത്ഥം എന്താ? ബാക്കി കാണുന്ന ഇത്രയും നിറത്തിനെയും ഇത് എന്ത് ചെയ്യും? കടത്തി വിടത്തില്ല. പകരം ഇത് എന്ത് ചെയ്യും? ഇത് അബ്സോർബ് ചെയ്യും. എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇതിനെ മാത്രമേ കടത്തി വിടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിനെ ഏത് നിറത്തിൽ കാണും? റെഡ് കളറിൽ കാണും. അപ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ആ ഒബ്ജക്റ്റ് ഏത് നിറത്തെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ടീയും വെച്ച് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഏത് ഒരു ഒബ്ജക്റ്റും ട്രാൻസ്പാരൻ്റ് ആണ്, അത് ഏത് നിറത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു ആ നിറമായിരിക്കും ആ ഒബ്ജക്റ്റിൻ്റെ എന്തെന്ന് പറയുന്നത്? കളർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കടാ, ഇതാ ഇവിടെ കണ്ടോ, ഒരു റെഡ് ഫിൽറ്റർ എന്ന് വെച്ചാൽ ട്രാൻസ്പാരൻ്റ് ആയ ഒരു കണ്ണാടി കഷ്ണം ഒന്ന് ആലോചിച്ചാൽ മതി. അത് റെഡ് നിറത്തിനെ കടത്തി വിടുന്നതുകൊണ്ട് ഞാൻ റെഡ് ഫിൽറ്റർ എന്ന് വിളിച്ചു. അവിടെ നോക്കിയേ, 7 നിറങ്ങളും വരുന്നുണ്ട്, പക്ഷേ ആര് മാത്രമേ പുറത്ത് വരുന്നുള്ളൂ? റെഡ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്നു, സോ നമ്മൾ കാണുന്നില്ല. ഒരു ബ്ലൂ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ വരുന്ന നിറങ്ങളിൽ നിന്ന് ബ്ലൂ കളറിനെ മാത്രം അത് പുറത്തേക്ക് വിടും, ബാക്കി ഒന്നിനെയും പുറത്തോട്ട് വിടത്തില്ല. ഒരു ഗ്രീൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അത് ഗ്രീൻ കളറിനെ മാത്രം പുറത്തോട്ട് വിടും, ബാക്കിയുള്ളതിനെ പുറത്തോട്ട് എന്ത് ചെയ്യത്തില്ല? വിടത്തില്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം എന്ന് പറയുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നിറമാണ്. പഠിച്ചു വെച്ചോ, ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം എന്ന് പറയുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നിറമായിരിക്കും. ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം എന്ന് പറയുന്നത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നിറം ആയിരിക്കും. അതായത് റെഡ് കളറിൽ ഞാനൊരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിനെ കണ്ടാൽ അത് റെഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അർത്ഥം. ഗ്രീന് കണ്ടാൽ അത് ഗ്രീന് ചെയ്യുന്നു തോന്നും, ബ്ലൂ കണ്ടാൽ ബ്ലൂ കണ്ടു എന്ന് തോന്നും. അവിടെ വരുന്നു കൺഫ്യൂഷൻ. ഒരു സെക്കൻഡറി കളറാണെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? അതാണ് ചോദ്യം. ഒരു സെക്കൻഡറി കളറാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? നമുക്കത് നോക്കാം. ആദ്യം പഠിപ്പിച്ച കാര്യങ്ങളോട്ട് നമുക്ക് വരാമല്ലോ. നമ്മൾ എന്താ പഠിച്ചത്? ന്യൂട്ടൻ്റെ കളർ ഡിസ്കവറി പറഞ്ഞാണ് നിർത്തിയത് അല്ലേ. അടുത്ത് വരുന്നു കളർ ഓഫ് എ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ്. ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം എന്താണ്? നിങ്ങൾ പറയും, ദ കളർ ഓഫ് എ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ഈസ് ദ കളർ ഓഫ് ദ ലൈറ്റ് ഇറ്റ് ട്രാൻസ്മിറ്റ്. ഇതങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഒരു ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ് ഏത് നിറത്തിനെ അലോ ചെയ്യുന്ന ഒബ്ജക്റ്റാണ് ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ അത് ഏത് നിറത്തിനെ അലോ ചെയ്യും ആ നിറം കാണും, ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യും? അത് അബ്സോർബ് ചെയ്യും. സോ ദ കളർ വി സീ ഈസ് ദ കളർ ഓഫ് ദ ലൈറ്റ് ദാറ്റ് പാസസ് ത്രൂ. സെറ്റാണ്. റെഡ് ഗ്ലാസ്, വൈറ്റ് ലൈറ്റ് വന്നാൽ റെഡിനെ മാത്രം കടത്തിവിടും, സോ റെഡായിട്ട് കാണും. ഗ്രീൻ ഷീറ്റ്, വൈറ്റ് ലൈറ്റ് വന്നാൽ ഗ്രീനിനെ മാത്രം കടത്തിവിടും, ഗ്രീനായിട്ട് കാണും. ബ്ലൂ ആണെങ്കിൽ വൈറ്റ് ലൈറ്റിലെ ബ്ലൂ മാത്രം കടത്തിവിടും, ബാക്കിയെല്ലാം എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. സെറ്റാണ്. ഇതാണ് സംഭവം എന്ന് പറയും. ഇപ്പോൾ ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ കേസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പിടികിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരുവാണ്. ഓക്കെ, ഒരു ലൈറ്റ് ഒരു യെല്ലോ ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു യെല്ലോ ഫിൽറ്ററിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ടേബിളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടെക്സ്റ്റ് ബുക്ക് എൻ്റെ നോട്ട് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. ഈ ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പാസ് ദ പ്രൈമറി കളേഴ്സ് ആൻഡ് വൈറ്റ് ലൈറ്റ് ത്രൂ എ യെല്ലോ ഫിൽറ്റർ ആൻഡ് വാട്ട് ഡു യു ഒബ്സർവ്? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കുക, ഫിൽറ്ററിൻ്റെ നിറം എന്ത്? ഫിൽറ്ററിൻ്റെ നിറം മഞ്ഞ. മഞ്ഞ നിറം ആരൊക്കെ ചേർന്നുണ്ടായി? മഞ്ഞ നിറം ഗ്രീനും അതുപോലെ തന്നെ റെഡും ചേർന്നുണ്ടായി. ആരൊക്കെ ചേർന്നുണ്ടായി? ഗ്രീനും റെഡും, അല്ലെങ്കിൽ നമുക്ക് RG എന്ന് എഴുതാം അല്ലേ, RGB എന്നല്ലേ പറയുന്നത്. അപ്പോൾ റെഡും ഗ്രീനും ചേർന്ന് കിട്ടിയ നിറമാണ് യെല്ലോ. അപ്പോൾ ഫിൽറ്ററിൻ്റെ നിറം എന്താണ്? യെല്ലോ. ഫിൽറ്ററിൻ്റെ നിറം യെല്ലോ. വരുന്ന ലൈറ്റ് ഏതാണ്? വൈറ്റ് ലൈറ്റ്. ഏത് ലൈറ്റാണ്? വൈറ്റ് ലൈറ്റാണ്. ഏതൊക്കെ നിറം ഇപ്പുറത്ത് വരും എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞാൽ യെല്ലോ നിറം എന്തായാലും കടത്തിവിടും. നമുക്കറിയാം, തൊട്ട് മുമ്പ് പഠിച്ച പോയിൻ്റാണ്. ഒരു ഫിൽറ്റർ ഏത് നിറത്തിൽ കാണുന്നു ആ നിറത്തിന് അത് കടത്തിവിടും. അപ്പോൾ യെല്ലോ കടത്തിവിടും. അപ്പോൾ വൈറ്റ് ലൈറ്റ് വന്നാൽ അതിൽ നിന്ന് യെല്ലോയെ മാത്രമാണോ കടത്തിവിടുന്നത്? അല്ലെങ്കിൽ യെല്ലോ നിറം എന്ന് വെച്ചാൽ ആരൊക്കെ ചേർന്നിട്ട് ഉണ്ടാകുന്നത്? റെഡും ഗ്രീനും. അപ്പോൾ ഇത് ആരൊക്കെ കടത്തിവിടണം? ഇത്
റെഡിനെയും കടത്തിവിടും ഗ്രീനിനെയും കടത്തിവിടും. രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് യെല്ലോ ആയിട്ട് തോന്നുന്നതാണ്. കാരണം യെല്ലോ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി നിറമാണ്. സോ ഒരു യെല്ലോ ഫിൽറ്ററിലൂടെ ശ്രദ്ധിക്കണം, ഒരു യെല്ലോ ഫിൽറ്ററിലൂടെ നമ്മൾ വൈറ്റ് ലൈറ്റിനെ കടത്തിവിട്ടാൽ അതിൻ്റെ കമ്പോണൻറ്റുകളായ റെഡിനെയും ഗ്രീനിനെയും അത് കടത്തിവിടും. പറഞ്ഞു നോക്ക്, ദ ഫിൽറ്റർ ട്രാൻസ്മിറ്റ് റെഡ് ആൻഡ് ഗ്രീൻ കമ്പോണൻറ്റ് ആൻഡ് അബ്സോർബ് ദ ബ്ലൂ. കാരണം വൈറ്റ് ലൈൻ്റെ RGB ചേർന്ന വൈറ്റ് കിട്ടും അല്ലേ. അപ്പോൾ എന്ത് പറ്റും, ബ്ലൂവിനെ കടത്തി വിടത്തില്ല. ഇവിടുന്ന് ആരെ തടഞ്ഞു നിർത്തും, ബ്ലൂവിനെ തടഞ്ഞു നിർത്തും, ബാക്കി രണ്ടുപേരെയും കടത്തി വിടും. ഇനി ഒരു റെഡ് ലൈറ്റിനെ മാത്രമാണ് നമ്മളൊരു യെല്ലോ ഫിൽറ്ററിലൂടെ കടത്തി വിടുന്നതെങ്കിൽ അതെന്ത് ചെയ്യും, റെഡിനെ കടത്തിവിടും. കാരണം റെഡ് അതിൻ്റെ ഭാഗമാണ്. സംശയമുണ്ടോ? ഗ്രീനെ കടത്തിവിട്ടാൽ എന്ത് പറ്റും, ഗ്രീനിനെ കടത്തിവിടും. കാരണം ഗ്രീൻ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ ബ്ലൂ നിറത്തിനെ നമ്മളൊരു യെല്ലോ ഫിൽറ്ററിലൂടെ വിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യത്തില്ല, കടത്തിവിടത്തില്ല. അത് ഡാർക്കായിട്ട് കാണപ്പെടുന്നു. സോ നമുക്ക് പറയാൻ പറ്റും, നോക്കടാ, ദ ഫിൽറ്റർ ട്രാൻസ്മിറ്റ് ഓൺലി ദ കളർ ഓഫ് ദ ഫിൽറ്റർ. അത് നമുക്കറിയാം. ആൻഡ് ഇറ്റ്സ് കോംപ്ലിമെൻ്റ് കളേഴ്സ്, കോംപ്ലിമെൻ്റ് അല്ല, മാറിപ്പോയി. ആൻഡ് ഇറ്റ്സ് എ കമ്പോണൻ്റ് കളേഴ്സ്. അതായത് വൈറ്റ് ലൈറ്റിൽ നിന്നും അതിൻ്റെ കമ്പോണൻറ്റുകളെ കടത്തിവിടും. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. സിമ്പിളായിട്ട് കേട്ടെങ്കിലും ഇവിടുന്ന് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ വലയും. ഉറപ്പാണ് ഇത് വലയും. എന്താ സംഭവം, നമ്മൾ ആദ്യം ആലോചിച്ചോളണം. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ആദ്യം ഫിൽറ്ററിൻ്റെ നിറം പഠിക്കണം. ആദ്യം എന്ത് പഠിക്കണം, ഫിൽറ്ററിൻ്റെ നിറം എന്ന് എഴുതണം. ഇപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ എന്താ എഴുതി, ഫിൽറ്ററിൻ്റെ നിറം യെല്ലോ എന്ന് എഴുതണം. അതിന് താഴെയായിട്ട് യെല്ലോ ആരൊക്കെ ചേർന്നുണ്ടായി എന്ന് എഴുതണം, റെഡ് പ്ലസ് ഗ്രീന്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, ഇവൻ്റെ കമ്പോണൻറ്റുകൾ ഇപ്പുറത്ത് വരും. ഫോർ എക്സാമ്പിൾ വരുന്നത് വൈറ്റ് ലൈറ്റ്, അതിനകത്ത് എന്തുണ്ട്, റെഡ് ഗ്രീനും ബ്ലൂ ഉണ്ട്. അതിൽ ഇവൻ്റെ കമ്പോണൻറ്റ് റെഡും ഗ്രീനും. അതിനെന്ത് ചെയ്യും, കടത്തിവിടും. ആരെ തടയും, ബ്ലൂവിനെ തടയും. ബ്ലൂവിനെ തടയും. നേരെ ഫിൽറ്ററിൻ്റെ നിറമൊന്ന് മാറ്റി മജന്ത ഫിൽറ്റർ ഇട്ടാൽ എന്ത് പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. മജന്ത ഫിൽറ്ററിലൂടെ കളറിനെ കടത്തിവിടുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എഴുതണം, മജന്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ആരൊക്കെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. മജന്ത എന്ന് പറയുന്നത് റെഡ് പ്ലസ് ബ്ലൂ ആണെന്ത്, മജന്ത. റെഡ് പ്ലസ് ബ്ലൂ ആണ് മജന്ത. അപ്പോൾ എന്താണ്, റെഡിനെയും കടത്തിവിടും, ബ്ലൂവിനെയും കടത്തിവിടും. ആരെ തടയും, ഗ്രീനിനെ തടയും. ഗ്രീനിനെ തടയും. നോക്ക്, സോ ദ ലൈറ്റ് ഫോളിങ് ഓൺ ദ ഫിൽറ്റർ, റെഡ് ആണെങ്കിൽ അതിന് കടത്തിവിടും. ഗ്രീൻ ആണെങ്കിൽ കടത്തിവിടുമോ, വിടൂല. ബ്ലൂ ആണെങ്കിൽ കടത്തിവിടുമോ, വിടും. യെല്ലോ ആണെങ്കിൽ എന്ത് പറ്റും, അവിടെയാണ് കൺഫ്യൂഷൻ. അയ്യോ യെല്ലോയോ, ആകെപ്പാടെ ഉള്ളത് പഠിച്ചു വന്നതാണ്. അപ്പോൾ ആലോചിക്കണം, യെല്ലോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ചേർന്നിട്ടുള്ളതാ, റെഡും ഗ്രീനും ചേർന്നിട്ടുള്ളതാ. ഇതാരെ കടത്തിവിടും, റെഡിനെ കടത്തിവിടും. സോ റെഡ് മാത്രം വരും. ആരെ തടയും, ഗ്രീനിനെ തടയും. വൈറ്റ് ലൈറ്റ് വന്നാൽ ആരെ വിടും, റെഡിനെയും ബ്ലൂവിനെയും വിടും. നമ്മളത് മജന്തയായിട്ടും കാണും. സത്യം പറ, കിളി പോയല്ലോ, പോകും. സ്വാഭാവികമാണ്, കിളി പോകും. അപ്പോൾ നമ്മളിത് പഠിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, കമ്പോണൻറ്റും കളറും പഠിച്ചാൽ ഇത് സിമ്പിൾ, അല്ലെങ്കിൽ ഇത് പാടും. സോ നമ്മൾ ആദ്യം ഫിൽറ്റർ ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഒപ്പാക്ക് ഒബ്ജക്റ്റിന് നിറം പഠിക്കുക എളുപ്പമാണ്, ഫിൽറ്ററിനെ പാടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെടുക്കണം, ഫിൽറ്ററിൻ്റെ നിറം ഏതാണെന്നെടുത്ത് എഴുതണം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് മജന്തയാണ് നിറം. അപ്പോൾ മജന്ത എന്ന് എഴുതി കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം, മജന്തയുടെ കമ്പോണൻറ്റുകൾ എഴുതണം. റെഡ് പ്ലസ് ബ്ലൂ ആണെന്ത്, മജന്ത എന്ന് എഴുതണം. ഇനി ഫിൽറ്റർ ഇവിടെ ആലോചിക്കുക, ഫിൽറ്ററിനെ മനസ്സിൽ സങ്കല്പിക്കുക. ഇവിടുന്ന് ഏത് കളർ വരുന്നു, ആദ്യം വൈറ്റ് ലൈറ്റ് വന്നു. അപ്പോൾ നമുക്കറിയാം വൈറ്റിനകത്ത് ആരൊക്കെയാണുള്ളത്, വയറിനകത്തല്ല, വൈറ്റ് കളറിനകത്ത് റെഡ് ഗ്രീന് ബ്ലൂ. ഇതിൽ ഇവൻ്റെ കമ്പോണൻറ്റുകളെ കടത്തി വിടുമെന്ന് ആലോചിച്ചോളാം. ഇത് മുകളിൽ തന്നെ എഴുതി വയ്ക്കണം, അപ്പോഴേ മറക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ ആരെയൊക്കെ കടത്തി വിടും, ഇവിടുന്ന് കമ്പോണൻറ്റുകളായിട്ടുള്ള റെഡിനെയും ബ്ലൂവിനെയും കടത്തി വിടും. ആരെ തടയും, ഗ്രീനിനെ തടയും. ഇനി റെഡ് സെപ്പറേറ്റ് ആയിട്ട്, ഗ്രീൻ സെപ്പറേറ്റ് ആയിട്ട്, ബ്ലൂ സെപ്പറേറ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാകത്തില്ല. സെക്കൻഡറി വരുമ്പോഴാണ് പണി കിട്ടുന്നത്. യെല്ലോ വന്നു. ആര് വന്നു, യെല്ലോ വന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം യെല്ലോയുടെ കമ്പോണൻറ്റുകൾ ആരൊക്കെ. അപ്പോൾ ആരൊക്കെയാണ്, റെഡും ഗ്രീനുമാണ് യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് ഗ്രീനിനെയും കടത്തി വിടുമോ, റെഡിനെ കടത്തി വിടുള്ളൂ, ഗ്രീനിനെ വിടത്തില്ല. സോ ഇവിടെ എന്ത് കളർ കിട്ടും, റെഡ് കളർ കിട്ടും. ഇനി സിയാൻ നിറമാണ് വരുന്നത്. ആരാ വരുന്നത്, സിയാനാണ് വരുന്നത്. സിയാൻ എന്ന് വെച്ചാൽ ആരാ, ഗ്രീനും ബ്ലൂവും ചേരുന്നതാണ് സിയാൻ. ഇതിൽ ഗ്രീനിനെ കടത്തി വിടുമോ, ഇല്ല, ഗ്രീനിനെ കടത്തി വിടത്തില്ല. അപ്പോൾ പിന്നെ ആരെ കടത്തി വിടും, ബ്ലൂവിനെ കടത്തി വിടും. സോ ഇവിടെ എന്ത് കളർ വരും, ബ്ലൂ കളർ വരും. ഇങ്ങനെ തിരിച്ചും മറിച്ചും എത്ര ചോദ്യം വന്നാലും നിങ്ങൾക്ക് തെറ്റത്തില്ല. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഫിൽറ്ററിൻ്റെ നിറം എഴുതണം, ഫിൽറ്ററിൻ്റെ കമ്പോണൻ്റ് എഴുതണം. എന്നിട്ട് വരുന്ന നിറത്തിൻ്റെ കമ്പോണൻറ്റും ഇതും തമ്മിൽ താരതമ്യം ചെയ്താൽ അപ്പോൾ തന്നെ ഉത്തരം കിട്ടും. സെറ്റാണേ.
സെറ്റാണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നിറങ്ങൾ കിട്ടുന്നത്. കണ്ടോ മജന്ത ഫിൽറ്റർ കണ്ടോ, മജന്ത നിറം ഫിൽറ്ററിലൂടെ റെഡിനെ കടത്തി വിട്ടാൽ റെഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. മജന്ത എന്ന് വെച്ചാൽ ഇതാണ് മജന്ത. മജന്തയിലൂടെ കണ്ടോ, ഞാനിതാ ഈ ഗ്രീൻ കളറ് ഞാൻ ഈ മജന്തയെ വരച്ചപ്പോൾ അത് ഡാർക്കായിട്ട് കണ്ടത് കണ്ടോ. ഇതിൽ നല്ല എക്സാമ്പിൾ ഇനി തരാനില്ല. കണ്ടോ അപ്രതീക്ഷിതമായിട്ട് വന്നതാണെങ്കിൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ മജന്തയിലൂടെ ഗ്രീനിനെ കടത്തി വിട്ടാൽ ഡസ് നോട്ട് ട്രാൻസ്മിറ്റ്. കണ്ടോ അതാ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല, ലൈറ്റ് വരാത്തതുകൊണ്ട് അത് ഡാർക്കായിട്ട് കാണുന്നത്. കണ്ടോ മജന്തയിൽ ഞാൻ ഗ്രീൻ കളർ മാർക്കറിട്ട് അടിക്കുമ്പോൾ എന്തായിട്ട് കാണുകയാണത്, ഡാർക്കായിട്ട് കാണുകയാണ്. ഇതിലും നല്ലൊരു എക്സാമ്പിൾ കിട്ടാനില്ല. ബ്ലൂവിനെ കടത്തി വിടുവോ, കടത്തി വിടും. യെല്ലോനെ കടത്തി വിടുവോ, അല്ല. ഗ്രീനിനെ വിടത്തില്ല, ഗ്രീനും റെഡും ഇല്ല. അപ്പോൾ റെഡിനെ മാത്രം കടത്തി വിടും. വൈറ്റ് വിട്ടാലും റെഡും ബ്ലൂവിനെ വിടും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. സെറ്റാണോ? ഞാൻ ഇത്രയും സമയമെടുത്ത് പറയുന്നത് അത്രയും ഡൗട്ട് വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ്. സെറ്റാണേ, ഓക്കെ ആണേ, ഡൗട്ട് ഇല്ലല്ലോ. അടുത്തലോട്ട് പോകാമല്ലോ. അപ്പോൾ അടുത്തലോട്ട് നമ്മൾ പോവുകയാണ്. കളർ ഓഫ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ നിറം എന്താണ് പഠിച്ചു വെച്ചോ. ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ നിറം എന്ന് വെച്ചാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന നിറം. ട്രാൻസ്പാരൻ്റ് ഒബ്ജക്റ്റിൻ്റെ നിറം അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നിറമാണെങ്കിൽ, ഒപ്പാക്ക് ഒബ്ജക്റ്റിൻ്റെ നിറം അത് ഒപ്പോസ് ചെയ്യുന്ന നിറം എന്ന് വെച്ചാൽ അത് തടഞ്ഞു നിർത്തി തിരിച്ചുവിടുന്ന നിറം. ദ കളർ ഓഫ് ആൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഈസ് ദ കളർ ഓഫ് ദ ലൈറ്റ് ഇറ്റ് റിഫ്ലക്റ്റ്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറ്. സോ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്താ, ഇറ്റ് ഡസ് നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. അല്ലേ, ലൈറ്റിനെ കടത്തി വിടാത്തവരാണ് ഒപ്പാക്ക്, നിങ്ങൾക്കറിയാം. സോ അതെന്ത് ചെയ്യും, കുറച്ച് ആൾക്കാർ റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും റെഡ് നിറത്തിൽ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിലേക്ക് വന്ന് വീണത് വൈറ്റ് ലൈറ്റാണ്, അത് കണ്ടത് റെഡ് നിറത്തിലാണെങ്കിൽ അതെന്ത് പറ്റി, അത് ബ്ലൂവിനെയും ഗ്രീനിനെയും എന്ത് ചെയ്തു എന്നാണ് അർത്ഥം, അബ്സോർബ് ചെയ്തു. റെഡിനെ മാത്രം എന്ത് ചെയ്തു, ട്രാൻസ്മിറ്റ്, റെഡിനെ മാത്രം എന്ത് ചെയ്തു, റിഫ്ലക്റ്റ് ചെയ്ത് വിട്ടു. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തായിട്ട് കണ്ടു, റെഡായിട്ട് കണ്ടു. സെറ്റാണ്. സോ ഓർത്ത് വയ്ക്കുക, ദ കളർ ഓഫ് ആൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് വിൽ ബി ഈക്വൽ ടു കളർ ഓഫ് ദ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഓക്കെ, ആൻഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ് സെക്കൻഡറി വരുന്ന കേസ് നമുക്ക് പിന്നെ നോക്കാം. ഇത് നോക്കാം. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ. ഓക്കെ, ആപ്പിൾ, പച്ച നിറത്തിലുള്ള ആപ്പിള് വന്നു വീണ ലൈറ്റിനകത്ത് റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. ആപ്പിളിനെ ഞാൻ പച്ച നിറത്തിൽ കാണണമെങ്കിൽ അത് റെഡിനെയും ബ്ലൂവിനെയും അബ്സോർബ് ചെയ്തു, ഗ്രീനിനെ കടത്തി വിട്ടു. ഇവിടെ റെഡിനെയും ഗ്രീനിനെയും അബ്സോർബ് ചെയ്തു, ബ്ലൂവിനെ കടത്തി വിട്ടു. ഇവിടെ ബ്ലൂവിനെയും ഗ്രീനിനെയും അബ്സോർബ് ചെയ്തു, റെഡിനെ കടത്തി വിട്ടു. ഇവിടെ എല്ലാ നിറത്തിനെയും കടത്തി വിട്ടു, അതുകൊണ്ട് വൈറ്റായിട്ട് കണ്ടു. എല്ലാ നിറത്തിനെയും കടത്തി വിട്ടു, അതുകൊണ്ട് എന്തായിട്ട് കണ്ടു, വൈറ്റായിട്ട് കണ്ടു. കണ്ടല്ലോ ഇതാ ഇവിടെ പറയുന്നത്. കണ്ടോ, ബ്ലൂ കളർ കാറ് ബ്ലൂ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും, ഗ്രീൻ കളർ മാംഗോ ഗ്രീനിനെ റിഫ്ലക്റ്റ് ചെയ്യും, വൈറ്റ് കളർ വെസൽ എല്ലാ കളറിനെയും റിഫ്ലക്റ്റ് ചെയ്യും, റെഡ് കളർ ആപ്പിള് റെഡ് കളറിനെ റിഫ്ലക്റ്റ് ചെയ്യും. സോ നമുക്ക് പറയാം, വെൻ സൺലൈറ്റ് ഫോൾസ് ഓൺ ആൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് ഇറ്റ് റിഫ്ലക്ട് ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ് ആസ് വെൽ എസ് ദ കളർ അസോസിയേറ്റഡ് വിത്ത് ദ അഡ്ജസൻറ്റ് വേവ് ലെങ്ത്. അതിന് അടുത്തുള്ള കളറുകളെയും പറഞ്ഞു വിടാറുണ്ട്. ഇനി നമ്മളിത് കാണുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സെൻസിറ്റിവിറ്റിക്കും കൂടി ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കണേ. നമുക്കിപ്പോൾ പ്രധാനമായിട്ടും ഈ പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ നിറത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. ഈ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നീലയും ബ്ലൂ ആണ്, വയലറ്റും ഏതാണ്ട് ബ്ലൂ ആണ്. വയലറ്റുമായി ബന്ധപ്പെട്ട ഈ അസോസിയേറ്റഡ് കളേഴ്സ് എല്ലാം എന്തായിരിക്കും, നമ്മൾ നീല എന്ന് മാത്രമേ പറയത്തുള്ളൂ. പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ അതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്. ഞാനത് കല്യാണം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. റെഡ് എന്ന് വെച്ചാൽ നമുക്ക് ചുവപ്പ്, കടും ചുവപ്പ്, ലൈറ്റ് ചുവപ്പ്, പിങ്ക്, പിങ്കിൻ്റെ അടുത്ത് വരുന്ന നിറം, ഇതൊക്കെ എന്തുവാണ്, എനിക്ക് ചുവപ്പാണ്. പക്ഷെ എന്ത് പറ്റും, എൻ്റെ വൈഫിന് അത് പല പല നിറങ്ങളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാ സംഭവം എന്ന് പറയുന്നത്. നിറമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ആമ്പിളേർക്ക് സെൻസിറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളായിട്ട് അവിടെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നോക്കടാ, ഈ ഒരു ടേബിൾ നമുക്കൊന്ന് ഫില്ല് ചെയ്യാമോ? നോക്കടാ, ഈ ടേബിൾ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാം? എന്താ കണ്ടോ, നോക്കുക. റെഡ് കളറ് ഒബ്ജക്റ്റ്, അത് വീഴുന്ന ലൈറ്റ് ഏത് കളർ ഒബ്ജക്റ്റ് കാണും? ഇതാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ നോക്കടാ, ഒരു ചുവന്ന നിറത്തിലുള്ള പൂവിലോട്ട് ചുവന്ന നിറം അടിച്ചാൽ അത് ഏതായിട്ട് കാണും? ചുവപ്പായിട്ട് കാണും. സംശയം വരേണ്ട ആവശ്യമില്ല. ചുവന്ന പൂവിലോട്ട് പച്ച നിറം അടിച്ചു, എന്തായിട്ട് കാണും? അത് ഡാർക്കായിട്ട് കാണും. സംശയമുണ്ടോ? കാരണം നോക്കിയേ, ഒരു റെഡ് കളർ ഫ്ലവർ, എന്ത് കളർ ഫ്ലവർ? ഇതാ ഞാൻ ഇവിടെ എഴുതുകയാണ്, റെഡ് കളർ ഫ്ലവർ, റെഡ് കളർ ഫ്ലവർ. ഇതിലോട്ട് ഏത് കളറാണ് അടിക്കുന്നത്? ഗ്രീൻ കളറാണ് അടിക്കുന്നത്. ഏത് കളറാണ് അടിക്കുന്നത്? ഗ്രീൻ കളർ. ഇതാ ഗ്രീൻ കണ്ടോ, ഡാർക്കായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഈ മാർക്കറിൻ്റെ കളർ ഗ്രീനാണ്, പക്ഷേ റെഡിലെത്തിയപ്പോൾ എന്തായിട്ടാണ് കാണുന്നത്? ഡാർക്കായിട്ടാണ് കാണുന്നത്. കാരണം റെഡ് എന്ന് പറയുന്ന പിഗ്മെൻറ്റ് എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വിടാനായിട്ട് ഇവിടെ ഗ്രീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗ്രീന് തിരിച്ചു വിടാൻ പറ്റുമോ? ഇല്ല, അത് അബ്സോർവ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായിട്ട് കാണും? റെഡായിട്ട് കാണും. കണ്ടോ, ഇതാണ് റെഡ്. ഇതാ കണ്ടോ, റെഡ് കളർ മാർക്കറിട്ട് ഞാൻ കളർ അടിച്ചു. റെഡിലോട്ട് ഞാനിപ്പോൾ ഗ്രീന് മാത്രം കൊടുക്കുകയാണ്. എത്താ കണ്ടോ,
ഗ്രീന് മാത്രം കൊടുത്തപ്പോൾ ആ റെഡ് എന്തായി മാറി? ഡാർക്കായിട്ട് മാറി. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇനി റെഡ് ഫ്ലവറിലോട്ട് ഞാൻ യെല്ലോ കൊടുത്താൽ, ശ്രദ്ധിക്കണേ, റെഡ് കളർ ഫ്ലവറിലോട്ട് ഞാൻ എന്താ കൊടുക്കുന്നത്? യെല്ലോ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ യെല്ലോ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ്? റെഡ് പ്ലസ് ഗ്രീനാണ് യെല്ലോ. അപ്പോൾ അതിൽ റെഡിനെ മാത്രം അത് കടത്തി വിടും. ആരെ അബ്സോർബ് ചെയ്യും? ഗ്രീനിനെ അബ്സോർബ് ചെയ്യും. സോ നമുക്കവിടെ എന്തായിട്ട് കാണാൻ പറ്റും? റെഡായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് ഗ്രീൻ ലീഫിലോട്ട് റെഡ് കളർ അടിച്ചാൽ എന്ത് പറ്റും? ഡാർക്കായിട്ട് കാണും. പ്രൈമറി ആകുമ്പോൾ അപ്പോൾ നമുക്ക് എളുപ്പമാണ്. സെക്കൻഡറി വരുമ്പോൾ മാത്രം കമ്പോണൻ്റ് എഴുതി ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഗ്രീൻ ലീഫിലോട്ട് ഗ്രീൻ കളർ അടിച്ചാൽ ഗ്രീനായിട്ട് കാണും. ഗ്രീൻ ലീഫിലോട്ട് യെല്ലോ കളർ അടിച്ചാൽ എന്തായിട്ട് കാണും? അത് ഗ്രീനായിട്ട് തന്നെ കാണും. യെല്ലോ ഫ്ലവറിലോട്ട് റെഡ് അടിച്ചാൽ, ഇതുപോലെയാണ് നമുക്ക് കൺഫ്യൂഷൻ. ഇത് നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. യെല്ലോ ഫ്ലവർ യെല്ലോ എന്ന് വെച്ചാൽ ഇത് ആരെയൊക്കെ കടത്തി വിടണം? റെഡിനെയും ഗ്രീനിനെയും കടത്തി വിടണം. അതിലോട്ട് റെഡ് ലൈറ്റ് അടിച്ചാൽ ഇതെന്തായിട്ട് കാണും? റെഡായിട്ട് കാണും, കാരണം റെഡ് കമ്പോണൻ്റ് ആണ്. ഗ്രീൻ അടിച്ചാൽ എന്തായിട്ട് കാണും? ഗ്രീനായിട്ട് കാണും, കാരണം ഗ്രീൻ കമ്പോണൻ്റ് ആണ്. എന്നാൽ ഇവിടെ ബ്ലൂ ആയിട്ട് അടിച്ചാൽ എന്ത് പറ്റും? അത് ഡാർക്കായിട്ട് കാണും, കാരണം അത് കമ്പോണൻ്റ് അല്ല. സോ ഈ രീതിയിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരുത്തുമ്പോഴാണ് ഇവിടെ തെറ്റ് പറ്റും. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്താണ്? RGB. ആറും ജിയും കൂടി യെല്ലോ, ജിയും ബിയും കൂടി സിയാൻ, ആറും ബിയും കൂടി മജന്ത. ഇത് വ്യക്തമായി എഴുതി വച്ചിട്ടേ ചെയ്യാവൂ, മൈൻഡിൽ ആലോചിക്കണ്ട. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ നിങ്ങൾ മൈൻഡിലിട്ട് ഒന്നും ചെയ്യേണ്ട. എത്ര എളുപ്പമാണെങ്കിലും ഇതുപോലെ റെഡ്, ഗ്രീന്, ബ്ലൂ, പിന്നെ ഇതിവിടെ എഴുതുമ്പോൾ തന്നെ ഇവിടെ കയറി മജന്തെന്ന് എഴുതി വെച്ചാൽ ക്വസ്റ്റ്യൻ തെറ്റും. എൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്ന് എഴുതി വെച്ചിട്ട് വേണം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾക്ക് ടേബിൾ തന്നിട്ട് ഫിൽറ്റർ തന്നിട്ട് ചോദ്യങ്ങൾ വരും. മുൻവർഷ ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ഒരുപാട് വന്നിട്ടുണ്ട്. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കളറുകളെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി വരുന്നൊരു ചോദ്യം. ഒരു ഒബ്ജക്റ്റ് വൈറ്റ് കളറിൽ കാണുന്നത് എപ്പോഴാണ്? അതെല്ലാ നിറത്തിനെയും റിഫ്ലക്റ്റ് ചെയ്താൽ വൈറ്റായിട്ട് കാണും. ഒരു ഒബ്ജക്റ്റ് ബ്ലാക്ക് നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അതെല്ലാ ഒബ്ജക്റ്റിനെയും എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് കറുത്ത നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ടാണ്? അത് കറുപ്പൊഴിച്ച് ബാക്കി എല്ലാ നിറത്തിനെയും അബ്സോർബ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തായിട്ട് കാണുന്നത്? കറുപ്പായിട്ട് കാണുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ്. ഇനി നമുക്ക് സ്കാറ്ററിംഗ് എന്ന് പറയുന്ന പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.